കുറേ കാലത്തിന് ശേഷം ഒരു സിനിമ കണ്ടിട്ട് ഒരു ലോങ് റിവ്യൂ ഇടാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചാനൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഏകദേശം 6 മന്ത്സിന് ശേഷമാണ് ഇതിപ്പോൾ എടുക്കുന്നത്. ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്പ് മൂവീസിലൊന്നാണ് ദി പാട്രിയറ്റ്. ഞാനത് തിയേറ്ററിൽ പോയി കണ്ടില്ല, കാണാൻ പറ്റില്ല, ആ ഒരു സാഹചര്യം വന്നില്ല. അപ്പോൾ OTT ലാസ്റ്റ് വീക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനത് കണ്ടു. ഇത്രയൊക്കെ നെഗറ്റീവ് റിവ്യൂ വന്നിട്ടാണെങ്കിലും ഇതൊക്കെ കുറെ കണ്ടാണെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് സിനിമ കാണും. കാരണം മഹേഷ് നാരായണൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡീസെന്റ് മൂവി ലിസ്റ്റ് ഉണ്ട് പുള്ളിക്ക്. അപ്പൊ അങ്ങനെ ഒരു സിനിമ കാണാനാണ് ഞാൻ ഇരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു ഡോക്യുമെന്ററിയാണ്. സോ ലാസ്റ്റ് ഇറങ്ങിയ മിഷൻ ഇമ്പോസിബിൾ 2 മൂവീസ് എടുത്ത് നോക്കിയാലും അതിലും ഏകദേശം ഒരു സിമിലർ തീമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ, വലിയ കുഴപ്പമില്ലായിരിക്കും, തുടക്കം കുറച്ച് സ്ലോ ആണ്, വലിയ പ്രശ്നമില്ല, അതൊക്കെ പേസ് പിക്കപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത് സിനിമയാണ്. ഇത്രയും കിടിലം കാസ്റ്റ് എന്ന് വെച്ചാൽ മലയാളത്തിലെ തന്നെ ടോപ്പ് സ്റ്റാർസ്, മലയാളത്തിൽ മാത്രമല്ല തമിഴിലുള്ള നയൻതാര പോലുള്ള ആൾക്കാരെ കിട്ടിയിട്ട് ഇതിൽ കണ്ടിട്ട് എനിക്കൊന്നും പറയില്ല, അത്ര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി ഞാൻ. 3 മണിക്കൂറൊക്കെ തിയേറ്ററിലിരുന്ന് എങ്ങനെയാണ് ആൾക്കാർ ഉറങ്ങാതെ ഈ സിനിമ കണ്ടെന്നും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ അന്ന് ഞാൻ വായിച്ചായിരുന്നു, ഈ പോസിറ്റീവായിട്ട് പറയും ആൾക്കാർ, മറ്റേ ലാലേട്ടൻ മുണ്ട് മടക്കി വരാത്തതുകൊണ്ടാണ് ഈ സിനിമ വർക്കാവാത്തതും, ആൾക്കാർ അതുകൊണ്ടാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും എന്നൊക്കെ പറഞ്ഞു. മുണ്ട് മടക്കി വരേണ്ട ആവശ്യമില്ല, ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ. അതിൽ ആ സിനിമയിൽ ആകെ കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് തോന്നിയത് ലാലേട്ടനാണ്. ബാക്കി എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുകയായിരുന്നു ലിറ്ററലി. ഈ ഡോക്യുമെന്ററി പോലെ നമ്മളെ പഠിപ്പിച്ചിരുന്ന പോലെയാണ് ആ രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞ ഒരു ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തമാശയായിട്ടൊക്കെ തോന്നി. കാരണം അതിനകത്തൊരു കാർ സീനുണ്ട്, മമ്മൂട്ടി മോഹൻലാലും കുഞ്ചാക്കോ ബോബനും കൂടെ ഇങ്ങനെ പോവുക, ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുക. ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് മോഹൻലാൽ മമ്മൂട്ടിക്ക് തോക്കെടുത്ത് കൊടുക്കുമ്പോൾ പറയാണ് എനിക്ക് വയ്യ തോക്ക് പിടിക്കാൻ എന്നുള്ളൊരു ലെവല് സംഭവം. അത് കാണുമ്പോൾ നമുക്ക് ചിരിയാ വരുന്നത് ഒരു തരത്തില്. അത് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുക കുഞ്ചാക്കോ ബോബന്റെ അടുത്ത് മോഹൻലാൽ, ഇത് എവിടെ നിന്ന് എടുത്ത കാറാ, നമ്മൾ ഗൂഗിളിലൊന്നും നമ്മളെ ട്രാക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഗൂഗിളിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് പറയാണ് റെന്റിനെടുത്ത കാറാണെന്ന്. ഭയങ്കര സീരിയസ് കോൺവെർസേഷൻ ആണിത്, ഒരു ഷൂട്ട് ഔട്ടും കാര്യങ്ങളും നടക്കുമ്പോഴത്തേക്ക്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു. ഞാൻ വീട്ടിൽ ഇരുന്ന് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. OTT ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. അതിനുശേഷം ആ സിനിമയിലും മോഹൻലാലിനെ കൊല്ലുന്ന ഒരു സീനുണ്ട്. ആ ഫൈറ്റ്, എലിവേറ്റർ ഫൈറ്റ് അടിപൊളിയാണ്. പക്ഷെ ഫിനിഷ് ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് ആ ലിഫ്റ്റ് വന്നിങ്ങനെ ഇടിച്ചിടിച്ചൊക്കെ നിൽക്കുന്ന ഒരു സീനുണ്ട്. തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ സ്പോയിലർ വെച്ചിട്ട് തന്നെ പറയാം. കാരണം OTT റിലീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ, അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ തുറന്നു പറയുന്നത്. അത് കണ്ട് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ മനസ്സങ്ങ് മടുത്തു ഈ ഒരു സിനിമ കണ്ടിട്ട്. ഒരു 125 crores എന്താണ് എൻ്റെ ബഡ്ജറ്റ് വരുന്നത്. തിരിച്ച് 100 crores പോലും അടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ സിനിമയുടെ കളക്ഷൻ വെച്ചിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ശരിക്കും ഇപ്പൊ പറഞ്ഞില്ല, ഇത് ശരിക്കും ഒരു കുറച്ച് കാലഘട്ടം മുന്നേ ഇറങ്ങിയാൽ പോലും ഇത് ഹിറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കൊന്ന് ഫീൽ ചെയ്യും, ഒരു എലിവേഷനോ നമുക്കൊരു കൈയടിക്കാനുള്ള ഒരു മൊമെന്റോ ഒന്നുമില്ല. ഇവരുടെ അഭിനയത്തെ പറ്റിയോ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ആ സിനിമ കാണുമ്പോൾ ആസ് എൻ ഓഡിയൻസ് എനിക്കൊന്നും കണക്റ്റ് ആവുന്നുമില്ല, ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷനും ഇല്ല. അവർ കുറെ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടിക്കും. ലെക്ചർ എടുക്കുന്ന പോലെ ഇത്രയും നല്ല സ്റ്റാർ കാസ്റ്റ് കൊണ്ടുവന്ന് നയൻതാരയ്ക്കൊന്നും ഒന്നുമില്ല. നയൻതാര ജസ്റ്റ് കാണിച്ചു പോകുന്നില്ല. നയൻതാരയ്ക്ക് പകരം അവിടെ ആര് അഭിനയിച്ചാലും ആ റോളിന് ഒരു വ്യത്യാസവും ഇല്ല. പാട്രിയറ്റ് ഒരിക്കലും ഒരു മോശം സിനിമയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ടെക്നിക്കലി അത്യാവശ്യം നല്ല ബ്രില്യൻ്റ് ആണ്. സുഷിൻ്റെ മ്യൂസിക് നമുക്ക് ഓർത്തിരിക്കാൻ തക്കണം. ഇതിന് മുന്നേയുള്ള സുഷിൻ ശ്യാമിൻ്റെ വർക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്ര ഓർത്തിരിക്കുന്ന ഒരു സംഭവമല്ല. പക്ഷെ അല്ലാതെ ഓവറോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. പക്ഷേ അത് മാത്രം പോരല്ലോ, ആസ് എൻ ഓഡിയൻസ് നമ്മളവിടെ പിടിച്ചിരുത്തുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊന്നും അതിൽ വന്നിട്ടില്ല. എനിക്ക് നല്ല ബോറടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, അവർ സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിച്ച് നമുക്ക് തമാശയായിട്ട് തോന്നിയ കുറെ കാര്യങ്ങളുണ്ടെന്നല്ലാതെ ആ സിനിമയിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഒന്നുമില്ല. കാരണം ഞാൻ ഇപ്പൊ ഈ റിവ്യൂ പറയുന്ന പോലെ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ ആ സമയത്ത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പൊ പോലും ഞാൻ മറന്നു. അത്രയ്ക്ക് മറക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. മലയാളത്തിലെ 2 ബിഗസ്റ്റ് സ്റ്റാർസ് വന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിൽ 125 കോടി മുടക്കിയത് നല്ലൊരു അർത്ഥമില്ലാതായി പോകുന്നു. സോ യാ, അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട്, until next time, bye guys.